എല്ലാം വിഘടിച്ച് ഈ അന്തരീക്ഷത്തിലേക്ക് വിലയിച്ചു എന്നല്ലാതെ ഒന്നും ഇവിടെ ഇല്ലാതായിട്ടില്ല, ഒന്നും പുതുതായി ഉണ്ടായിട്ടുമില്ല. ഉള്ള ആറ്റംസിനെ ഒരു പ്രത്യേക രീതിയിൽ രൂപപ്പെടുത്തിയ ഒരു രൂപത്തെയാണ് നീ കണ്ടത് എന്ന് പറയും. ഇതിനെയാണ് ആത്മാന്വേഷണം എന്ന് പറയുന്നത്. അതായത് വസ്തുനിഷ്ഠമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ സൂക്ഷ്മമായിട്ട് അറിയുക. സൂക്ഷ്മമായ അറിവിനെയാണ് ആത്മാന്വേഷണം എന്ന് പണ്ട് മുതലേ ഋഷിമാർ പറയുന്നത്. അതുകൊണ്ട് കൺമുമ്പിലുള്ളത് ഞാൻ അന്വേഷിക്കുമ്പോൾ ഇത് മൈക്ക്, ഇത് മനുഷ്യ ശരീരം, ആണ് പെണ്ണ്, പ്രായമായവർ, പ്രായം കൂടിയർന്നൊക്കെ പറഞ്ഞ രീതിയിൽ ഈ അനുഭവിക്കുന്നതെല്ലാം ഒരേ ഒരു പൊരുളിൽ നിന്ന് രൂപപ്പെട്ടു വന്ന നാമരൂപാത്മകമായി ഞാൻ അനുഭവിക്കുന്ന പലതരത്തിലുള്ള ത്രിപുടികളാണ് എന്നത് ഈ നാമരൂപം ഉണ്ടായപ്പോൾ നമ്മൾ മറന്നുപോയതാണ്. ഒന്നായ മാമതിയിൽ നിന്ന് 1000 ത്രിപുടി വന്നപ്പോൾ, ത്രിപുടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജ്ഞാനം, ജ്ഞേയം, ജ്ഞാതാവ്. ഏതൊരു ബാഹ്യമായ ഒരു വസ്തുവിനെയും നമ്മൾ അറിയുമ്പോൾ 3 ആയിട്ടത് പിരിഞ്ഞാണ് നമ്മൾ അറിയുക. അറിയുന്ന വസ്തു പുറത്തിരിക്കും, അറിയുന്ന ആളുണ്ടാവും, ഒരറിവുണ്ടാവും. അറിയപ്പെടുന്നത്, അറിയുന്ന ആൾ, അറിവ് എന്ന് പറയുന്ന 3ആയി പിരിഞ്ഞേ നമുക്ക് ഈ ലോകത്തെ അനുഭവിക്കാൻ പറ്റൂ. ഇങ്ങനെയുള്ള അനേക കോടി നാമരൂപാത്മകമായ ത്രിപുടികളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഇത് ഇങ്ങനെ ആവിഷ്കൃതമായപ്പോൾ ആശു തൻ മതി മറന്ന് ഒന്നിൽ നിന്നാണ് ഈ സർവവും ഉണ്ടായി വന്നിട്ടുള്ളതെന്ന് നമ്മൾ മറന്നുപോയി. ഒന്നായ മാമതിയിൽ നിന്ന് 1000 ത്രിപുടി വന്ന് ആശു തൻ മതി മറന്ന്. അത് മറന്നുപോയപ്പോൾ എന്തുണ്ടായി? അന്നാദിയിൽ പ്രിയമുയർന്ന്. താൻ തന്നെ യാതൊന്നിൽ നിന്നാണോ ഞാനുണ്ടായി വന്നത്, അതേ കാരണത്തിൽ നിന്ന് തന്നെയാണ് എനിക്ക് ചുറ്റും ഇരിക്കുന്ന നാമരൂപാത്മകമായ സർവവും ഉണ്ടായി വന്നത് എന്നത് മറന്നുപോയപ്പോൾ പുറത്തിരിക്കുന്നതൊക്കെ തന്നിൽ നിന്ന് അന്യമാണ് എന്ന തെറ്റിദ്ധാരണ ഉണ്ടാവുകയും അതിനോടൊക്കെ പ്രിയം തോന്നി എല്ലാം സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. നമ്മുടെ ഒരു ബോധശാസ്ത്രമാണ് കേട്ടോ ഗുരു പറയും. നമുക്ക് എന്തുകൊണ്ടാണ് പലതും സ്വന്തമാക്കാൻ തോന്നുന്നത്? അത് നമ്മളിൽ നിന്ന് അന്യമാണ് എന്ന് തോന്നുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ചുറ്റുമുള്ളതിനോട് ഇഷ്ടം തോന്നുന്നത്? നമുക്ക് പലതിനോടും ഇഷ്ടം തോന്നുന്നത് അത് നമ്മളിൽ നിന്ന് അന്യമല്ലാത്തത് കൊണ്ടാണ്. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് ചുറ്റുമുള്ളതിനോട് ഇഷ്ടം തോന്നുന്നത് നമ്മളിൽ നിന്ന് അന്യമല്ലാത്തത് കൊണ്ടാണ്. ഇഷ്ടം തോന്നിയതെല്ലാം സ്വന്തമാക്കണമെന്ന് തോന്നുന്നത് അത് നമ്മളിൽ നിന്ന് അന്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ്. ഇഷ്ടം തോന്നുന്നത് തെറ്റല്ല, ഇഷ്ടം തോന്നുന്നത് ആത്മാനുഭവമാണ്. പക്ഷെ ഇഷ്ടം തോന്നിയത് സ്വന്തമാക്കണമെന്ന് തോന്നിയത് അത് തന്നിൽ നിന്ന് അന്യമായിരിക്കുന്നു എന്ന് തോന്നിയത് കൊണ്ടാണ്. തന്നിൽ നിന്ന് അന്യമല്ല സർവവും എന്ന് തോന്നിയാൽ നമ്മുടെ ഉള്ളിൽ പിന്നെ ഉണ്ടാവുക ആസ്വാദനമാണ്. നമ്മളെപ്പോഴും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഹിമാലയത്തിൽ പോയാൽ പോലും എൻ്റെ സുഹൃത്തുക്കൾ പറയാറുണ്ട്, ഇവിടെ ഒരു 5 സെന്റിന് എന്താ വില എന്ന് ചോദിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് സ്ഥലത്ത് പോയാലും നമ്മൾ ഉടനെ അവിടെ ഒരു 5 സെന്റ് വാങ്ങി വീട് വെക്കാൻ തോന്നും. കാരണം ഇഷ്ടപ്പെട്ടതൊക്കെ സ്വന്തമാക്കണം തോന്നും. ഇഷ്ടപ്പെടുന്നത് നമ്മളിൽ നിന്ന് അന്യമല്ലാതിരിക്കുന്നത് കൊണ്ടാണ് നമുക്കെല്ലാം ഇഷ്ടപ്പെടുന്നതെന്ന് നമ്മൾ മറന്നുപോകും. ഞാൻ പണ്ട് ഗുരുവിൻ്റെ കൂടെ ഇങ്ങനെ ദിവസവും നടക്കാൻ പോകുന്ന സമയത്ത് ഞാൻ വീട് ഉപേക്ഷിച്ച്, നാടുപേക്ഷിച്ച്, മതം ഉപേക്ഷിച്ച്, എല്ലാം ഉപേക്ഷിച്ച്, ഞാനൊരു വിശ്വപൗരനാണ്, ഈ പ്രപഞ്ചം മുഴുവൻ എനിക്ക് ഒന്നാണെന്ന് കരുതിയിട്ടാണ് ഞാൻ വീടൊക്കെ വിട്ട് ചെറുപ്പത്തിൽ പോയത്. എന്നിട്ടാണ് ഞാൻ ഗുരുവിൻ്റെ അടുത്ത് പോയി താമസിക്കുന്നത്. ഇപ്പോൾ ഗുരുകുലത്തിൻ്റെ സൈഡിലുള്ള റോഡിലൂടെ നടക്കാൻ പോകുമ്പോൾ റോട്ടിലൊക്കെ ഇങ്ങനെ ഈ യൂക്കാലിപ്റ്റസിൻ്റെയും മറ്റു മരങ്ങളുടെയൊക്കെ കൊമ്പ് ചില്ലൊക്കെ വീണ് കിടപ്പുണ്ടാവും. പിന്നെ അതിലൂടെ പോകുന്ന പശുക്കളൊക്കെ ആയിട്ട് ചാണകമൊക്കെ കിടപ്പുണ്ടാവും. അപ്പോൾ ഗുരു പറയും, എടോ, ഈ താഴത്തെ ഗ്രാമത്തിൽ നിന്ന് കുട്ടികൾ സ്കൂളിൽ പോകുന്ന വഴിയാണിത്, അവർക്കൊക്കെ ആകെ ഒരു സ്വെറ്ററേ ഉണ്ടാവും. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഈ ചാണകത്തിൽ ചവിട്ടി കാലി വഴുതി വീണാൽ ഈ സ്വെറ്റർ പിന്നെ അലക്കിയിട്ടാൽ ഒരാഴ്ച എടുക്കും ഉണങ്ങാൻ. ആ ഒരാഴ്ച അവർ തണുത്ത് വരച്ചിട്ടാണ് കിടക്കുക. അതുകൊണ്ട് നടരാജൂരുള്ള കാലത്ത് ഞങ്ങൾ നടക്കാൻ ഇറങ്ങുമ്പോൾ ആദ്യം ചെയ്യുക, റോഡിലുള്ള കൊമ്പും ചില്ലയൊക്കെ എടുത്ത് മാറ്റും, പിന്നെ ചാണകമൊക്കെ വാരി റോഡ് വൃത്തിയാക്കും.
അതുകൊണ്ട് നിങ്ങളെല്ലാവരും ചെറുപ്പക്കാരാണ്, എനിക്ക് പ്രായമായി. നിങ്ങളെല്ലാവരും എൻ്റെ വായിൽ നിന്ന് വീഴുന്ന അമൃത വാക്കും നോക്കി നടക്കുമ്പോൾ ഈ ഇടയ്ക്ക് താഴെ കിടക്കുന്ന കൊമ്പും ചില്ലയും കൂടി ഒന്ന് കാണണം. അവിടെ ഇതൊക്കെ ഒന്ന് മാറ്റിയിടണം. ഉടനെ തന്നെ ഞാൻ കേട്ട പാടി ഞാൻ ഗുരുകുലത്തിലേക്ക് ഓടി. ഒരു വലിയ ചട്ടിയും ഒരു കൈക്കോട്ടൊക്കെ എടുത്ത് വന്ന് ഞാൻ ചാണകമെല്ലാം കോരി അതും എടുത്ത് തലയിൽ വെച്ച് ഗുരുകുലത്തിലേക്ക് നടക്കുക. അപ്പോൾ ഗുരു എന്നോട് ചോദിച്ചു, താൻ എവിടേക്ക് അതായിട്ട് പോണേ? അപ്പം ഞാൻ പറഞ്ഞില്ല ഗുരു, ഇത് ഗുരുകുലത്തിലെ ചെടിക്ക് ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ ഗുരു ചോദിച്ചു, ഇവിടെ ഈ റോഡ് സൈഡിലൊന്നും ചെടിയില്ലേ? ഞാൻ ആരാണ്? ലോകം മുഴുവൻ ഒന്നാണെന്ന് കരുതി ബന്ധങ്ങളും സ്വന്തങ്ങളൊക്കെ ഉപേക്ഷിച്ച് വീടും നാടും വിട്ട് സർവസംഘ പരിത്യാഗിയായ ആത്മാവിനെ അന്വേഷിച്ചു പോയ ആളാണ്. ഗുരുകുലത്തിൽ 4 ദിവസം താമസിച്ചപ്പോൾ ഗുരുകുലത്തിലെ കോമ്പൗണ്ട് മാത്രമാണ് എൻ്റെ സ്ഥലം, ബാക്കിയൊന്നും എൻ്റേതല്ല. അതുകൊണ്ടാണല്ലോ ഞാൻ പോണേ. ഗുരു അവിടെ തിരുത്താണ്. ഗുരു പറയാണ്, ഈ റോഡ് സൈഡിലുള്ള ചെടി എന്താ, ഇതൊന്നും ചെടികളല്ലേ, ഇവിടെ എന്താ ഇട്ട് കൊടുക്കാൻ തനിക്ക് തോന്നാത്തെ? അപ്പോഴാണ് നമ്മളത് ആലോചിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന ആശ്രമത്തിൽ പോയി താമസിച്ചാൽ നമ്മൾ ഉയർന്ന ആളായെന്ന. ആശ്രമത്തിൽ പോയി താമസിക്കുന്നത് ഈ ഷൗക്കത്ത് തന്നെയാണല്ലോ. ഈ ഞാനും എൻ്റേതും എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് പോവില്ല. ഇപ്പം നിങ്ങളെല്ലാവരുടെ കസേരയിൽ വന്നിരുന്നു. നമ്മളിനിപ്പോൾ ഇവിടെ ഒന്ന് പുറത്ത് പോയി എന്ന് കരുതുക, വെറുതെ ഒരു 10 മിനിറ്റ് ചായ കുടിക്കാൻ പോയി എന്ന് കരുതുക. തിരിച്ചു വന്നാൽ എല്ലാവരും മുമ്പിരുന്ന കസേര തേടിയിട്ട് അകത്തേക്ക് വരിക. ഇനി നമ്മൾ ആദ്യം ഇരുന്ന കസേരയിൽ വേറൊരാൾ ഇരിക്കുന്നുണ്ട്, നമുക്ക് ദേഷ്യം വരും. നമുക്കിന്ന് ഏതെങ്കിലും കസേരയിൽ ഇരുന്നാൽ പോരെ? 5 മിനിറ്റ് ഒരു കസേരയിൽ ഇരുന്നാൽ ആ കസേര നമ്മൾ ഓൺ ചെയ്യും. നമ്മുടെ ബോധത്തിൻ്റെ സ്വഭാവം അതാണ്. നമ്മുടെ സ്വന്താക്കും. നമ്മൾ ഒന്നും സ്വന്തമാക്കരുത്, നിസ്വാർത്ഥനാവണം. തലച്ചോറിന് നിസ്വാർത്ഥമാവാൻ അറിയില്ല. നമുക്ക് ദേഷ്യവും വരും. ഞാൻ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പണ്ട് ഈ ബസ്സിൽ യാത്ര ചെയ്തും ട്രെയിനിൽ യാത്ര ചെയ്തിട്ടൊക്കെയാണ് പുസ്തകം വായിക്കുക. അങ്ങനെ ഗുരുവായൂരിന്ന് ബസ് കയറി പോകും, എറണാകുളത്തേക്ക് എവിടേക്കെങ്കിലും ടിക്കറ്റ് എടുക്കും. അപ്പോൾ ഒരു ദിവസം ഗുരുവിൻ്റെ മാണ്ഡൂക്യോപനിഷത്തിന് ഗുരു നിത്യ എഴുതിയ വ്യാഖ്യാനം എടുത്തിട്ട് ബസ്സിലിരുന്ന് ഇങ്ങനെ ബുക്ക് വായിച്ച് പോകാൻ എനിക്കിഷ്ടം. ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ പോയി. ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ബസ്സിൽ കയറിയ ആളുകൾ കുറവുള്ള ബസ്സിൽ കയറി. എന്നിട്ടൊരു സീറ്റിലിരുന്നു. അപ്പോൾ എല്ലാ സീറ്റിലും ഒരേ ആളേ ഉള്ളൂ. അപ്പോൾ എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്നാൽ നല്ല സുഖമാണ്. ഞാൻ മാണ്ഡൂക്യാണ് എനിക്ക് വായിക്കേണ്ടത്. ആ സമയത്ത് ഒരാൾ ബസ്സിലേക്ക് കയറി വന്നു. അപ്പം എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം, അയാൾ ഒരിക്കലും എൻ്റെ സീറ്റിൽ വന്നിരിക്കരുത്. കാരണം എനിക്ക് സമാധാനമായിട്ടിരുന്ന് മാണ്ഡൂക്യം വായിക്കണം. അപ്പോൾ അയാൾ അവിടുത്തെ എവിടെയെങ്കിലും സീറ്റിൽ ഇരുന്നാൽ മതി. പക്ഷെ അയാൾ നേരെ, ഞാനാണ് ബാക്കിലായിരിക്കുന്നത്, അയാൾ നേരെ വന്ന് എൻ്റെ സീറ്റിൻ്റെ അടുത്ത് തന്നെ ഇരുന്നു. എനിക്ക് ഒരു ശത്രു എൻ്റെ അടുത്ത് വന്നിരുന്ന പോലെ എൻ്റെ ശരീരത്തിന് തോന്നിയത്, മനസ്സിലല്ല. എൻ്റെ ശരീരം കുറച്ചിങ്ങ് മാറിയിരുന്നു. എന്നിട്ട് എന്നോട് എന്തോ പാപം ചെയ്ത ഒരാളെ പോലെ ഞാൻ അയാളെ നോക്കണം. അയാൾ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്, ഞാൻ ചിരിക്കുന്നൊന്നുമില്ല. അയാൾ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നത്. അയാൾ എന്തിനാണ് ഇവിടെ വന്നിരുന്നത്? അവിടെയെങ്കിലും ഇരിക്കാമായിരുന്നില്ലേ? പബ്ലിക് ബസ്, എന്നെ പോലെ തന്നെ എല്ലാവർക്കും കയറാൻ റൈറ്റുള്ള ബസ്. ആ ആൾ വണ്ടിയിൽ കയറി വന്ന് എൻ്റെ സീറ്റിൻ്റെ അടുത്ത് വന്ന് ഇരിക്കുന്നതിന് എൻ്റെ ഉള്ളിൽ ദേഷ്യപ്പെട്ടത് എന്തുകൊണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം എനിക്ക് മാണ്ഡൂക്യോപനിഷത്ത് വായിക്കണം. മാണ്ഡൂക്യോപനിഷത്തിൽ പറയുന്നത് എന്താ? എല്ലാം ഓംകാരമാണെന്നാണ് പറയുന്നത്. പക്ഷെ തൊട്ടടുത്തിരിക്കുന്ന ആൾ വന്നിരിക്കുമ്പോൾ അസ്വസ്ഥമാകുന്ന എന്നെ കണ്ടു തുടങ്ങുന്നിടത്തുനിന്നാണ് ആത്മാന്വേഷണം തുടങ്ങുന്നതെന്ന് ഞാൻ ആദ്യം പഠിക്കുന്നത് ഗുരുനിത്യയുടെ അടുത്തെത്തിയപ്പോഴാണ്. ഗുരുക്കന്മാരാരും നമ്മളെ ഉപനിഷത്തും മന്ത്രങ്ങളൊന്നും പഠിപ്പിക്കില്ല. ഗുരുക്കന്മാരുടെ കൂടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ പണ്ഡിതന്മാർ പഠിപ്പിക്കും, ഗുരുക്കന്മാർ പഠിപ്പിക്കില്ല. പണ്ട് ഗുരുകുല സമ്പ്രദായം അനുസരിച്ച് പണ്ട് ഋഷിമാരുടെ അടുത്തേക്ക് ശിഷ്യന്മാർ വിദ്യാഭ്യസിച്ച് പോയാൽ ആദ്യം പഠിപ്പിക്കുക കഞ്ഞി വെക്കാനാണ്. അടുക്കളയിൽ വിറക് കത്തിക്കാനാണ് പഠിപ്പിക്കുക. വിറക് കത്തിച്ച് വെള്ളം ചൂടാക്കാൻ പഠിപ്പിക്കുന്നിടത്തു നിന്നാണ് എല്ലാ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം തുടങ്ങുക. ആദ്യം ഞാൻ ഗുരുകുലത്തിൽ ചെന്നപ്പോഴും ഗുരു ആദ്യം ഊട്ടിയിലെ തണുപ്പിൽ വെള്ളം ചൂടാക്കാനാണ് പഠിപ്പിച്ചത്. എളുപ്പമല്ല, ഉപനിഷത്ത് പഠിക്കാൻ പിന്നെ എളുപ്പം. പെട്ടെന്ന് നമ്മൾ ഓൺ ചെയ്യും എല്ലാറ്റിനെയും. നമ്മളൊരു 5 മിനിറ്റ് ഒരു സ്ഥലത്തിരുന്നാൽ നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്ത ലാൻഡ് മാത്രമല്ല ഓണായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. ഇവിടെ ഇരിക്കുന്ന ഈ കസേര മുഴുവൻ
ഇപ്പൊ ഈ ഇരിക്കുന്ന ആളുകളുടെ തലച്ചോറ് ഓൺ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ പരിപാടി കഴിഞ്ഞ് പോകുന്നത് വരെ, നാളത്തെ പരിപാടിക്ക് വരുന്നത് വരെ ഓരോരുത്തരുടെ സീറ്റ് അവരവരുടേതാ. സ്വന്തം പുറത്തിറങ്ങി അതെപ്പോഴും നമുക്ക് മനസ്സിലാവും. ഒരു 5 മിനിറ്റ് പുറത്തിറങ്ങിയിട്ട് വന്നിരിക്കാൻ പറഞ്ഞാൽ മനസ്സിലാവും. അവിടെ ആരെങ്കിലും ഇരിക്കുന്ന കണ്ടാൽ മനസ്സിലാവും. എന്നാൽ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് ആർക്കും എവിടെയും ഇരിക്കാമെന്ന് അത് തലച്ചോറിന് അറിയില്ല. നമ്മുടെ അറിവൊന്നും തലച്ചോറിലേക്ക് കയറില്ല. അതുകൊണ്ടാണ് നിരന്തരം പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കരുത് നിരന്തരം ജപിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്താൽ നമ്മളുടെ ബോധം ഇങ്ങനെ ശുദ്ധിയായി വന്ന് നമ്മളിങ്ങനെ ശുദ്ധിയുള്ള ആളാവും. അങ്ങനെ ആവില്ല. ബോധത്തിൻ്റെ ഒരു സ്വഭാവം ഈ ആശു തൻ മതി മറന്ന് എന്നുള്ള വാക്കാട്ടെ. നമ്മൾ ഒരേ ഒരു പൊരുളിൽ നിന്നാണ് സർവവും ഉണ്ടായി വന്നത് എന്ന് നാം മറന്നുപോയി എന്ന് ഗുരു പറയുമ്പോൾ എന്താണ് ഈ മറവി എന്നുള്ളതിൻ്റെ ഏറ്റവും വിശാലമായ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ഞാനൊരിക്കലൊരു ഈ മദ്യപാനം നിർത്തിയ ആളുകളുടെ ഒരു സമ്മേളനത്തിൽ ഒരു മുഖ്യ അതിഥിയായിട്ട് പോയി. കള്ളുകൂടി നിർത്തിയ ആൾക്കാർ ഒരു 500ഓളം ആളുകളുണ്ട്. ഒരു ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. അവരെ ഇടയ്ക്കിടയ്ക്ക് കൂടും, സത്സംഗം. അങ്ങനെയാണ് അവരെ കള്ളുകൂടി വീണ്ടും മദ്യപാനത്തിലേക്ക് പോവാതിരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു നേതാവ്, മുഖ്യനായിട്ടുള്ള ഒരാൾ 70 വയസ്സുള്ള ഒരു ഹാജിയാരാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ജാതി മതമൊന്നുമില്ലാതെ മനുഷ്യരെ ആദ്യമായിട്ട് കണ്ടത് ആ കൂട്ടത്തിലാണ്. കാരണം കള്ളുകൂടി നിർത്തി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന മനുഷ്യരാണ്. അവർക്ക് ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. നല്ല സത്യസന്ധരാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഏറ്റവും അവസാനം സംസാരിക്കാം, എനിക്ക് നിങ്ങളൊക്കെ പറയുന്നത് കേൾക്കണം ആദ്യം. അപ്പം 70 വയസ്സുള്ള ഈ ഹാജിയാർ വന്നിട്ട് സംസാരിച്ച് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: എനിക്കിപ്പോൾ 70 വയസ്സായി. തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഞാനൊരു മദ്യാസക്തനാണ്. എനിക്കിപ്പോൾ 70 വയസ്സായി. കഴിഞ്ഞ 40 വർഷമായി ഞാൻ മദ്യപിച്ചിട്ടില്ല. 40 വർഷമായിട്ട് മദ്യപിക്കാത്ത ആൾ തുടങ്ങുന്നത് ഞാനൊരു മദ്യാസക്തനാണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. ഞാനൊരു മദ്യാസക്തനാണ്. കഴിഞ്ഞ 40 വർഷമായി ഞാൻ മദ്യപിച്ചിട്ടില്ല. ദൈവാനുഗ്രഹത്താൽ ഇന്ന് ഞാൻ മദ്യപിച്ചിട്ടില്ല. ഒരാൾ മദ്യപാനം നിർത്തുക എന്ന് പറഞ്ഞാൽ ഒറ്റ അർത്ഥേ ഉള്ളൂ: വിഷപ്പാമ്പിൻ്റെ തലയുടെ മുകളിൽ കാല് വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. എപ്പോൾ കാല് മാറ്റുന്നോ അപ്പോൾ പാമ്പ് കൊത്തും. അല്ലാതെ ഒരാഴ്ച കള്ളു കുടിക്കാതിരുന്നാൽ എനിക്കിനി കള്ളുകുടിയേ എന്നെ ബാധിക്കില്ല എന്ന് പറയുന്ന പോലെയാണ് ഈ സ്പിരിച്വലായ ആളുകൾക്ക് ഇങ്ങനത്തെ ഒരു രോഗമുണ്ട്. എന്തെങ്കിലും ഒരു ദിവസം പെട്ടെന്ന് വല്ല ഉപനിഷത്ത് പഠിക്കുകയോ ധ്യാനിക്കുകയോ പ്രാർത്ഥിക്കുകയോ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്കങ്ങ് തോന്നും, എൻ്റെ കാമക്രോധ ലോഭ മത മാത്സര്യങ്ങളും അഹങ്കാരമൊക്കെ കുറേ കുറഞ്ഞു പോയി എന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് വരെ മദ്യപിച്ചിട്ടില്ല, പക്ഷേ ഞാനൊരു അഹങ്കാരാസക്തനാണ്. ലോകത്തിലെല്ലാ മനുഷ്യരും അഹങ്കാരാസക്തരാണ്. ഗുരു നിത്യ ഒരു ഉദാഹരണം പറയും. നമ്മൾ 50 വർഷം ദിവസം പല്ല് തേച്ചാലും 51ാമത്തെ വർഷം ആദ്യ ദിവസം രാവിലെ പല്ല് തേച്ചില്ലെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞാൽ വായ നാറും. മനസ്സങ്ങനെയാണ്. മനസ്സെന്ന് പറയുന്നത് ധ്യാനിച്ച് ശുദ്ധിയാക്കാൻ പറ്റുന്ന ഒന്നല്ല. നമ്മൾ എന്നിട്ട് ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ, നമ്മൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, ഞാൻ കഴിഞ്ഞ 25-50 വർഷമായിട്ട് ദിവസവും രാവിലെ എണീറ്റ് കുളിക്കുന്നു, ഇതെന്താണ് കുളിച്ച് നമ്മൾ ശുദ്ധമാവാത്തത്? നമ്മൾ ആരും ചോദിച്ചിട്ടില്ല. നമ്മൾ ദിവസം എണീറ്റ് രാവിലെ കുളിക്കും, ദിവസം എണീറ്റ് രാവിലെ പല്ല് തേക്കും. ഇത്രയും ദിവസം പല്ല് തേച്ചിട്ടും ഇത്രയും ദിവസം കുളിച്ചിട്ടും പിന്നെ എന്താണ് പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ വീണ്ടും ശരീരം നാറുന്നത്, വായ നാറുന്നത്? ഞാൻ എന്തിനാണ് പുതിയ വസ്ത്രം ധരിക്കേണ്ടി വരുന്നത് എന്ന് നമ്മൾ ചോദിക്കാറില്ല. എന്തുകൊണ്ട് ചോദിക്കാറില്ല? നമുക്കറിയാം, ദിവസവും കുളിക്കുകയും ദിവസവും പല്ല് തേക്കുകയും ചെയ്താൽ മാത്രമേ വായ നാറാതിരിക്കൂ, ശരീരം നാറാതിരിക്കൂ എന്ന് നമുക്കറിയാം. ഇതുപോലെയാണ് മനസ്സ്. ശ്രദ്ധയോടെ ഇരുന്നാൽ മാത്രം നാറാത്ത ഒന്നാണ് മനസ്സ്. പ്രാർത്ഥിച്ച് ഒരിക്കലും നാറാത്ത മനസ്സുണ്ടാക്കാൻ പറ്റില്ല. പ്രാർത്ഥിച്ച് ശ്രദ്ധയെ ഉണ്ടാക്കാനേ പറ്റും. നാറാത്ത മനസ്സുണ്ടാക്കാൻ പറ്റില്ല.
ശുദ്ധമായ മനസ്സുണ്ടാക്കാൻ പറ്റില്ല. ശ്രദ്ധ തെറ്റിയാൽ ഋഷിയും മോശമായിട്ടുള്ള ആളാവും. ഇപ്പൊ ഗുരു ഇടയ്ക്ക് പെട്ടെന്നങ്ങ് ദേഷ്യപ്പെടും. എന്നിട്ട് ഗുരു എന്നെ പറയും, കൈവിട്ട് പോയടോ. അത് പറയാനുള്ള ആർജവത്തിന് പറയുന്ന പേരാണ് ഗുരുത്വം. നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ഗുരു ഇങ്ങനെ ധ്യാനിച്ച് ധ്യാനിച്ച് ഒരു എല്ലാം ഒഴിഞ്ഞിരിക്കുന്ന ആളാണെന്നാണ്. ബുദ്ധൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മൂക്കിൽ വന്നിരുന്ന കൊതുകിനെ അടിച്ച ബുദ്ധൻ. കൊതുകിനടിച്ചു. പിന്നെ ബുദ്ധൻ മെല്ലെ രണ്ടാമത് ഇങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, അതെന്തിനാണ് വീണ്ടും കൈ ഇങ്ങനെ രണ്ടാമത്? ഇല്ല, ഞാനത് രണ്ടാമതിൻ്റെ അവയർനെസ് പ്രാക്ടീസ് ചെയ്തതാണ്. ബുദ്ധനാണ് പറയുന്നത്. ശ്രദ്ധ പോയി. ശ്രദ്ധ പോയപ്പോൾ അടിച്ചു കൊന്നു. പ്രസംഗിക്കുന്നത് മുഴുവൻ അഹിംസയാണ്. ഞാൻ കൊല്ലേണ്ടായിരുന്നു, ഇങ്ങനെ വെറുതെ തട്ടിയാൽ മതിയായിരുന്നു, പക്ഷെ അടിച്ചു കൊന്നുപോയി. അപ്പോൾ ഒന്നുകൂടി ഞാൻ എന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് മറന്നുപോയതിനെ ഓർമ്മിപ്പിക്കുകയാണ് വീണ്ടും ചെയ്തിട്ട്. ആരാ പറയണത്? ബുദ്ധനാ. നമ്മളൊക്കെ 4 ദിവസം ധ്യാനിച്ചു കഴിഞ്ഞാൽ നല്ലവരായി പോകും. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ ധ്യാനിച്ചിട്ട് ആളുകൾ എന്നോട് ചോദിക്കും, നിങ്ങൾക്കിപ്പോൾ ദേഷ്യം വരാറില്ല? ദേഷ്യം എനിക്കങ്ങനെ വരാറില്ല. വെറുപ്പൊക്കെ എപ്പോഴേ പോയി കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുന്ന സമയത്ത് ഗുരുവിൻ്റെ ആത്മകഥയ്ക്ക് ആമുഖം എഴുതുകയാണ്. ഗുരുനിത്യ ആമുഖം എഴുതുന്നത് ഇങ്ങനെയാണ്: എനിക്കിപ്പോൾ 70 വയസ്സ് കഴിഞ്ഞു. എൻ്റെ ഗുരു നടരാജഗുരു ഇപ്പോൾ ജീവിച്ചിരുന്നു എന്ന് കരുതുക. എന്നേക്കാൾ സ്വാധീനം ചെലുത്തുന്ന ഒരു ശിഷ്യൻ ഈ സമയത്തും നടരാജഗുരുവിൻ്റെ അടുത്ത് വന്നാൽ എനിക്ക് അയാളോട് ദേഷ്യം തോന്നും. ഞാൻ ഞെട്ടി. കാരണം എൻ്റെ ദേഷ്യമൊക്കെ പോയിട്ടാണ് ഞാൻ ഗുരുവിൻ്റെ അടുത്ത് പോയിരിക്കുന്നത്. കാരണം ഞാൻ കുറേ പ്രാണായാമമൊക്കെ അഭ്യസിച്ച് പല കോഴ്സുകളൊക്കെ ചെയ്ത് ഉപനിഷത്തൊക്കെ പഠിച്ച ടൈപ്പാണ്. ഇത്രയൊക്കെ ചെയ്ത് ഇവനെനിക്ക് ദേഷ്യം വരുമെന്ന് പറയാൻ പാടില്ലല്ലോ. സ്പിരിച്വലായി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം ഒരുപാട് നുണ പറയേണ്ടി വരും എന്നുള്ള. സത്യസന്ധമായിട്ട് നമ്മൾ പറയില്ല, നമ്മൾ അഭിനയിക്കും കൂടുതൽ. പ്രത്യേക ഒരു ശാന്തത ഒക്കെ വരുത്തി ഒരുപാട്. അതുകൊണ്ടാണ് നമ്മൾക്ക് പലപ്പോഴും അങ്ങനെയുള്ള ആളുകൾ അടുത്തിടപഴകുമ്പോൾ നമ്മൾ നിരാശപ്പെടേണ്ടി വരുന്നത്. പക്ഷെ ഗുരു എഴുതുന്നത് നേരെ തിരിച്ചാവും. പക്ഷെ ഗുരു ഒരു കാര്യം പറയുന്നു: ഈ 70ാമത്തെ വയസ്സിൽ എന്നേക്കാൾ സ്വാധീനം ചെലുത്തുന്ന ഒരു ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് വന്നാൽ എനിക്ക് അദ്ദേഹത്തിനോട് നീരസം തോന്നും, അമർഷം തോന്നും, ദേഷ്യം തോന്നും. പക്ഷേ എൻ്റെ ഉള്ളിലെ അസ്വസ്ഥത അയാൾക്ക് ഗുരുവിനോടുള്ള ബന്ധത്തിന് തടസ്സമായി വരുന്ന രീതിയിൽ പ്രതികരണമായി വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. എൻ്റെ ഉള്ളിൽ ദേഷ്യം, അമർഷം, നീരസം വരും. പക്ഷെ അത് പുറത്തേക്ക് വിട്ട് ആ ആളും ഗുരുവും തമ്മിലുള്ള ബന്ധത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിൽ തടസ്സമായി, പ്രതികരണമായി വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. എനിക്ക് തരിയില്ലാത്ത മുന്തിരിയാവണ്ട. എൻ്റെ അസൂയയെ ഞാൻ പഴിക്കില്ല. പക്ഷെ എൻ്റെ അസൂയ അവനക്ക് അസ്വസ്ഥതയുണ്ടാകുന്ന രീതിയിൽ പ്രതികരണമായി പുറത്തേക്ക് വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. എനിക്ക് തരിയില്ലാത്ത മുന്തിരിയാവണ്ട, എനിക്ക് വിശപ്പല്ലില്ലാത്ത പാമ്പാവണ്ട, എനിക്ക് മുള്ളില്ലാത്ത ചെടിയിലെ പനിനീർപ്പൂവാവണ്ട. ഇതിനെയാണ് ഉപനിഷത്ത് സാക്ഷിഭാവം എന്ന് പറയുന്നത്. ഉപനിഷത്ത് പറയുന്നത്, നിങ്ങളിങ്ങനെ നിങ്ങളുടെ ബോധത്തെ മുഴുവൻ ശുദ്ധീകരിച്ച് കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങളൊന്നും ഇല്ലാതെ ആവുന്ന ബോധമായി മാറണം എന്നല്ല, സാക്ഷിയായിരിക്കണം എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ ബോധത്തിൽ ഉണരുന്ന കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കിയതല്ല, ബോധത്തിൽ ഉള്ളതാണ്. പക്ഷെ പുറത്തേക്ക് വിടുന്നത് നമ്മളാണ്. അതുകൊണ്ടാണ് സംയമനമാണ് വഴി എന്ന് പറയുന്നത്. സഹനം സർവദുഃഖാനാം അപ്രതികാരപൂർവകം ചിന്താവിലാപരഹിതം. തിദിക്ഷ എന്ന് പറയുന്നതിനെ കുറിച്ച് ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നതാണ്. സഹിക്കണം, അടക്കണം നമ്മുടെ താപങ്ങളെ. കംപ്ലീറ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായ അപൂർവം ചില മനുഷ്യർ ഉണ്ടായേക്കാം ലോകത്തിൽ, ഇല്ല എന്നല്ല. പക്ഷെ അതൊക്കെ എവല്യൂഷനിലെ മിസ്റ്റേക്കുകളാണെന്നും അതുകൊണ്ടാണ് അവരെ മിസ്റ്റേക്കുകൾ എന്ന് പറഞ്ഞതെന്നും തമാശയ്ക്ക് പറയാറുണ്ട്. അത് കണ്ട് നമ്മൾക്ക് പരിച്ചിട്ട് കാര്യമില്ല. ഒരു രമണ മഹർഷിയെ കണ്ടിട്ടോ, ഒരു നാരായണ ഗുരുവിനെ കണ്ടിട്ടോ അവരൊന്നും എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ ആയവരല്ല. അവരെപ്പോഴും അങ്ങനെ ആയിരുന്നവരാണ്. അല്ലാതെ എവിടെയെങ്കിലും പോയിരുന്ന് ധ്യാനിച്ചായി തീർന്നവരല്ല. ജന്മനാ അങ്ങനെ ആയവരാണ്.
അതുകൊണ്ട് വലിയ ട്രാൻസ്ഫോർമേഷൻ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പ്രതികരണങ്ങളെയാണ്. ഇപ്പം നമ്മൾ ഒരു കസാര പോലും ഞാൻ പറഞ്ഞത്, അപ്പം എന്തുകൊണ്ടാണ് നമ്മുടെ തലച്ചോറിന് സർവവും ഒരേ ഒരു ഉണ്മയിൽ നിന്ന് ഉണ്ടായി വന്നതാണ് എന്ന ഓർമ്മയില്ല. അത് മറന്നു പോകുമ്പോൾ അന്നാദിയിൽ പ്രിയമുണരും, പ്രിയവും അപ്രിയവും രണ്ടും ഉണരും. ചിലതിനോട് നമുക്ക് പ്രിയം തോന്നും, ചിലതിനോട് നമുക്ക് അപ്രിയം തോന്നും. രണ്ടും ഈ മറവിയിൽ നിന്നുണ്ടായതാണ്. പ്രിയമുണർന്നാലോ, ഒന്നായ മാമതിയിൽ നിന്ന് 1000 ത്രിപുടി വന്ന് ആശുതൻ മതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്ന് ആടലാം കടലിൽ ഒന്നായി വീണു വലയും എന്നാശയം. ദുഃഖമാകുന്ന കടലിൽ ഒരു ഭാഗത്ത് പ്രിയത്തിൻ്റെ ലോകം, ഒരു ഭാഗത്ത് അപ്രിയത്തിൻ്റെ ലോകം. ചിലതിനോടൊക്കെ ഇഷ്ടം തോന്നുന്നു, ചിലതിനോടൊക്കെ അനിഷ്ടം തോന്നുന്നു. ഇത് രണ്ടും തമ്മിലുള്ള സംഘർഷങ്ങൾ കൊണ്ട് ചിലതൊക്കെ സ്വന്തമാക്കാൻ തോന്നുന്നു, ചിലതിനൊക്കെ തള്ളി മാറ്റാൻ തോന്നുന്നു. വേണ്ടാന്ന് വെക്കല്ല, തള്ളി മാറ്റാൻ തോന്നുന്നു. ഇതിൻ്റെ ഒരു സംഘർഷത്തിൽപ്പെട്ട് ആകപ്പാടെ ദുഃഖം അനുഭവിക്കുന്ന ഒരു ബോധത്തിൻ്റെ ഉടമകളായി നമ്മൾ മാറി. ഗതി പെറും. ഇതിൽ നിന്ന് ഇനി എങ്ങനെയാണെന്ന് രക്ഷപ്പെടുക? ഗതി പെറും നാദഭൂമിയിലമർന്ന് ആവിരാഭ പടരും ചിന്നാഭിയിൽ ത്രിപുടി എന്നാണ് അറുമ്പടി കലർന്ന് ആറിടുന്നു ജനനീ. ഈ തീക്ഷ്ണതകളൊക്കെ ഒന്ന് ആറണം, ഇതൊക്കെ ഒന്ന് ആറി തണുക്കണം. അതിന് ഉള്ളിലെ നാദഭൂമി, നമ്മുടെ ഉള്ളിൽ 2 തരത്തിലുള്ള ഇടങ്ങളുണ്ട്. ഒന്ന് നാദം അനുഭവിപ്പിക്കുന്ന, വിലയിപ്പിക്കുന്ന, ലയം അനുഭവിപ്പിക്കുന്ന ഇടമുണ്ട്. വേറൊന്ന് സംഘർഷം അനുഭവിപ്പിക്കുന്ന, വലിഞ്ഞു മുറുകലുകൾ അനുഭവിപ്പിക്കുന്ന ഇടങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇന്ദ്രിയങ്ങളിലൂടെ, എൻ്റെ മനസ്സിലൂടെ, എൻ്റെ ബുദ്ധിയിലൂടെ എനിക്ക് ഏറ്റവും കൂടുതൽ സ്വരലയം അനുഭവിപ്പിക്കുന്ന, എനിക്ക് ഏറ്റവും കൂടുതൽ ഹൃദ്യത തരുന്ന, എനിക്ക് ഏറ്റവും കൂടുതൽ സമാധാനം തരുന്ന ലോകങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് അതിൽ കൂടുതൽ സഞ്ചരിച്ച് ആ നാദഭൂമികയോട് പാരസ്പര്യപ്പെട്ട് ഇരിക്കുന്നതിലൂടെ മാത്രമേ എനിക്ക് സർവ്വതിനും ഉറവിടമായിരിക്കുന്ന ആ കരുവിലേക്ക്, ആ ആവിരാഭ ആത്മപ്രഭാവം പ്രസരിക്കുന്ന ആ മൂലപ്രകൃതിയിലേക്ക് പോകാൻ കഴിയും. ആ പ്രശാന്തിയിൽ, ആ സമാധാനത്തിൽ ആയിരിക്കുമ്പോൾ മാത്രമേ സർവവും പലതായിരിക്കുന്നു എന്ന അനുഭവം വിട്ട്, ഇപ്പം നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ നല്ല പീസ്ഫുൾ ആയിരിക്കുന്ന സമയത്ത്, ഏറ്റവും പീസ്ഫുൾ ആയിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്കറിയാം എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തതെന്ന്. പലരും പലതിലേക്കും വിളിക്കുമ്പോൾ നമ്മൾ പറയും, ഇപ്പം ഞാൻ വരുന്നില്ല, അങ്ങോട്ടേക്ക് ഞാനില്ല, ഇതെനിക്ക് വേണ്ട. ഏറ്റവും പീസ്ഫുൾ ആയിട്ടിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നത് പോലും മിതമായിരിക്കും. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. നമ്മൾ സമാധാനത്തോടു കൂടി ഇരിക്കുമ്പോൾ ആരും വാരി വലിച്ച് ഭക്ഷണം കഴിക്കാറില്ല, വാരി വലിച്ച് സംസാരിക്കാറില്ല, ഗോസിപ്പ് പറയാറില്ല. നമ്മൾ മിതത്വം എന്ന് പറയുന്ന നമ്മുടെ വാക്കിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ ചിന്തയിലെല്ലാം മിതത്വം ഉണ്ടാവും. ഈ മിതത്വമാണ് നമ്മളുടെ ബോധത്തിൻ്റെ നാദഭൂമികയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വഴി. ഒറ്റടിക്ക് അറുമ്പടി ത്രിപുടി കലർന്ന് ഉരുകാനൊന്നും നമ്മളെ കൊണ്ട് സാധ്യമല്ല. പക്ഷെ എന്നാണ് അങ്ങനെ സംഭവിക്കുക എന്നാണ് പ്രാർത്ഥന. പക്ഷെ ആവിരാഭ പടരും ചിന്നാഭിയിൽ, സർവവും രൂപപ്പെട്ടു വന്ന ആ അറിവിൻ്റെ നാഭിയിൽ, കേന്ദ്രത്തിൽ എല്ലാ ത്രിപുടികളും അണഞ്ഞ് പരമമായിരിക്കുന്ന വെളിച്ചമായി എന്നാണ് ഞാൻ മാറുക എന്ന ചോദ്യത്തിന് ഒറ്റടിക്ക് നമുക്ക് മാറാനും പറ്റില്ല. ധൃതിയില്ലായ്മയാണ് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. ഗുരുനിത്യ എപ്പോഴും പറയും, ഒറ്റടിക്ക് ഇതൊക്കെ ഒന്ന് മാറി നല്ലൊരു മനുഷ്യനാവണമെന്ന് തീരുമാനിക്കാൻ പറ്റും, പക്ഷെ മെല്ലെ അത് നടക്കും. കാരണം ജന്മജന്മാന്തരങ്ങളായി
ശീലിച്ച് 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 ഉറച്ചു വന്ന സ്വഭാവത്തിൻ്റെ ഉടമകളാണ് നമ്മൾ. ആ സ്വഭാവത്തെ ഒറ്റയടിക്കൊന്നും മാറ്റിമറിക്കാൻ പറ്റില്ല. ആ സ്വഭാവത്തെ മാറ്റിമറിക്കണമെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും സ്വരൂപം ഒന്നാണെങ്കിലും വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകളോടുകൂടിയ നമ്മുടെ ബോധത്തിൽ നിന്ന് നമ്മളുടെ ബോധത്തിന് വെളിച്ചം തരുന്ന സ്വഭാവത്തെ കണ്ടെത്തി ആ സ്വഭാവത്തിനനുസൃതമായ സ്വധർമ്മത്തിൽ വ്യാപരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ആ നാദഭൂമിയിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. സ്വധർമ്മം എന്ന് പറഞ്ഞാൽ സ്വകർമ്മം എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഒരു ഡോക്ടറായിട്ടിരിക്കലല്ല സ്വധർമ്മം. കണ്ണിൻ്റെ സ്വധർമ്മം കണ്ണിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് കാണുക എന്നുള്ളതാണ്. പക്ഷേ കാണലെല്ലാം നമുക്ക് സമാധാനം തരുന്നതല്ല. അപ്പോൾ കണ്ണിൻ്റെ സ്വധർമ്മം എന്താണ്? കണ്ണിൻ്റെ ധർമ്മം കാണുക എന്നുള്ളതാണ്. കണ്ണിൻ്റെ സ്വധർമ്മം എന്താണ്? അതൊരു പ്രാക്ടീസാണ്. എൻ്റെ ബോധത്തിന് സമാധാനം തരുന്ന കാഴ്ചയെ മാത്രം ഞാൻ ഉള്ളിലേക്ക് എടുത്താൽ മതി എന്ന് തീരുമാനിക്കുന്നിടത്താണ് കണ്ണിൻ്റെ സ്വധർമ്മം ഉണ്ടാകുന്നത്. അതേപോലെ നമുക്ക് ആരെയും കേൾക്കണ്ട എന്ന് തീരുമാനിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മളോട് പറയുന്നതൊക്കെ നമ്മൾ കേട്ടേ പറ്റൂ. കേൾക്കുക എന്ന് പറയുന്നത് ചെവിയുടെ ധർമ്മമാണ്. പക്ഷേ എനിക്കും എൻ്റെ ചുറ്റുപാടുമുള്ള മനുഷ്യർക്കും സഹജീവികൾക്കും അസ്വസ്ഥതയുണ്ടാക്കുന്ന തരത്തിലുള്ളതൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞാൽ കേട്ടത് ഉള്ളിലേക്ക് എടുക്കണ്ട എന്ന് തീരുമാനിക്കലാണ് ചെവിയുടെ സ്വധർമ്മം. കേൾക്കും, പക്ഷെ കേട്ടത് ഉള്ളിലേക്ക് എടുക്കാതെ അവിടെ തന്നെ വിട്ടുകളയുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഹ, നിത്യമായതിനെ, എനിക്ക് സമാധാനം തരുന്നതിനെ മാത്രം ഞാൻ കേൾക്കുമാറാവട്ടെ എന്നാണ് പ്രാർത്ഥന. ഇതേപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും അത് പല വിഷയങ്ങളിലേക്ക് പരതി പോകുമ്പോൾ 9 മണിയായില്ലേ, ഇപ്പം നിർത്താക്കാം. പല വിഷയങ്ങളിലേക്ക് ചെതറിപ്പോകുമ്പോൾ അതിൽ എനിക്കും എൻ്റെ ചുറ്റുമുള്ളവർക്കും സ്വസ്ഥത തരുന്നതിനെ മാത്രം ഉള്ളിലേക്കെടുത്താൽ മതിയെന്നും ഒരാൾ തീരുമാനിക്കുമ്പോൾ അയാളുടെ സ്വഭാവത്തിനനുസൃതമായ സ്വധർമ്മം അനുഷ്ഠിക്കുന്ന ആളാണ്. ഇങ്ങനെ സ്വഭാവത്തിനനുസൃതമായ സ്വധർമ്മം ശ്രദ്ധയോടെ അനുഷ്ഠിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ ബോധത്തിൻ്റെ കേന്ദ്രബിന്ദുവായിരിക്കുന്ന ആ ഉണ്മയിലേക്ക് പ്രവേശിക്കാനുള്ള വഴി തെളിഞ്ഞു കിട്ടുകയുള്ളൂ. നമ്മുടെ എല്ലാ ത്രിപുടികളും ഒടുങ്ങി സ്വസ്ഥത അനുഭവിക്കാൻ കഴിയൂ എന്നാണ് ഈ മന്ത്രത്തിലൂടെ ഗുരു പറഞ്ഞു വയ്ക്കുന്നത്. ഒന്നായ മാമതിയിൽ നിന്ന് 1000 ത്രിപുടി വന്ന് ആശുതൻ മതിമറന്ന് അന്നാദിയിൽ പ്രിയമുയർന്ന് ആടലാം കടലിൽ ഒന്നായി വീണു വലയും എന്നാശയം ഗതിപെറും നാദഭൂമിയിലമർന്ന് ആവിരാഭ പടരും ചിന്നാഭിയിൽ ത്രിപുടി എന്നാണ് അറുമ്പടി കലർന്ന് ആറിടുന്നു ജനനീ. നമസ്കാരം. മറ്റന്നാൾ എനിക്ക് എറണാകുളത്ത് ഒരു ക്ലാസ് ഉള്ളതുകൊണ്ട് നാളെ 8:55 എൻ്റെ ട്രെയിൻ, അല്ല 8:55. അപ്പോൾ നാളെ ഒരു 6:45 നമുക്ക് ക്ലാസ് തുടങ്ങാൻ പറ്റിയാൽ നല്ലതായിരിക്കും. 8:15 ക്ലാസ് നിർത്തണം. നമുക്കിങ്ങനെ ഒരു 1.25 മണിക്കൂറെങ്കിലും ഉണ്ടെങ്കിലേ എന്തെങ്കിലും അടുത്ത പ്രാവശ്യം കുറച്ച് കൂടുതൽ ദിവസം ഏതെങ്കിലും ഒരു കൃതി എടുത്തൊരു 5 ദിവസമെങ്കിലുള്ള വരുന്ന രീതിയിൽ ആലോചിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കൃതി മുഴുവൻ പഠിക്കുന്നത് ഇപ്പോൾ നമ്മളൊരു എടുക്കണമെങ്കിൽ ഒരു 7 ദിവസമെങ്കിലും മിനിമം വേണം. ഒരു ശ്ലോകം ചൊല്ലി പറഞ്ഞു തീർക്കുക എന്നുള്ളതല്ല നമ്മൾക്ക് പ്രധാനം. ഈ കൃതി വെച്ചുകൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇത് എങ്ങനെ ഒരു പ്രാക്ടീസാക്കി മാറ്റാം.
ഞാൻ എൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേര് ആത്മാവിൽ നിന്ന് ജീവിതത്തിലേക്ക് എന്നാണ്. ജീവിതത്തിൽ നിന്ന് ആത്മാവിലേക്ക് എന്നല്ല ഞാൻ ആ പുസ്തകം എഴുതിയത്. അത് ഗുരുനിത്യനെ പഠിപ്പിച്ചത് അതാണ്. ആത്മാനുഭവം ഉണ്ടാകുന്ന ജീവിതം ജീവിക്കുകയാണ് വേണ്ടത് എന്നാണ് ഗുരു പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കുറച്ചും കൂടി മര്യാദയുള്ളവരാക്കുക. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് തീരെ മര്യാദയില്ലാതെ അലയുന്ന ഇന്ദ്രിയങ്ങളെ കുറച്ച് മര്യാദക്കാരാക്കി മാറ്റിയാൽ കുറച്ചും കൂടി സമാധാനമുള്ള ഒരു ജീവിതം ഉറപ്പായും നമുക്ക് ജീവിക്കാൻ കഴിയും. ആ ഒരു വഴിയാണ് ഗുരുക്കന്മാർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതാണ് ഞാൻ സ്വന്തം ജീവിതത്തിൽ പറയാൻ ശ്രമിക്കുന്നത്. ഗുരു എപ്പോഴും പറയുന്നൊരു കാര്യം, വീഴുന്നത് ഒരു തെറ്റല്ല, പക്ഷെ എഴുന്നേറ്റ് നടക്കാതിരിക്കുന്നത് ഒരു തെറ്റാണ്. വീഴാതിരിക്കില്ല, നമ്മൾ ഉറപ്പായിട്ടും നിരന്തരം വീണുകൊണ്ടിരിക്കും, അത് മനുഷ്യ സഹജമാണ്. പക്ഷെ വീണിടത്ത് കിടന്ന് ന്യായീകരിക്കരുത്. ഒരു സാധകൻ ഉണ്ടാവുന്നത് വീഴാതിരിക്കുന്ന ആളല്ല സാധകൻ. മനുഷ്യൻ വീഴും, അടിതെറ്റി വീണുകൊണ്ടേയിരിക്കും. അത്രയും വാസനാന്വിതമായ ബോധമാണ് നമ്മുടെ. വീഴാതിരിക്കില്ല, പക്ഷെ വീണിടത്ത് കിടന്ന് ന്യായീകരിക്കുന്നത് അധർമ്മമാണ്. വീണിടത്ത് നിന്ന് എഴുന്നേറ്റ് നടക്കാനും വീണ്ടും വീഴുമ്പോൾ വീണ്ടും എഴുന്നേറ്റ് നടക്കാനും സ്വയം തയ്യാറാകുക എന്ന് പറയുന്നതിനെയാണ് സാധന എന്ന് പറയുന്നത്. അതിനുള്ള ഒരു പ്രചോദനം ഇങ്ങനെയുള്ള സത്സംഗങ്ങൾ നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് നിർത്താം. പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി.